ഇവിടെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു സർക്കിളിനകത്ത് നമുക്ക് 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയ മക്കളെ, നമുക്ക് ഇവിടെ തന്നേക്കണേ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഈ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു 3 ട്രയാങ്കിൾസ് ഇവിടെ ഫോം ചെയ്യും. 1, ഇത് 2, ഇത് 3 ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഇവിടെ നോക്കി, ഈ ട്രയാങ്കിളിനകത്ത് ഇത് 40 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് OA എന്ന് പറയുന്നതും ഈ O എടുത്തു കഴിഞ്ഞാൽ ഈ OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും എന്താണ്? ഈ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ആദ്യമേ എടുത്തു. അപ്പം ട്രയാങ്കിൾ ഏതാണ്? OBCക്കകത്ത് ഈ OA ഈക്വൽ ടു എന്താണ്? OB ഈക്വൽ ടു OC ആണ്. കാരണം ഈ OB എന്ന് പറയുന്നത് ആദ്യത്തെ അതേ ലോ തന്നെ. ഈ OB എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും റേഡിയസ് ആറാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 2 സൈഡും ഈക്വൽ അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾ 3 എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിളാണ്? ഐസോസെലസ് ട്രയാങ്കിളാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ 2 സൈഡും ഈക്വൽ ആയി കഴിഞ്ഞാൽ ബേസ് സൈഡ് എന്തായിരിക്കും? ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ OCB എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം ഈ രണ്ടും എന്താണ്? ബേസ് ആംഗിളാണ് അല്ലേ? അപ്പം ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി നിങ്ങൾ നോക്കിക്കേ, OBC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഈ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലേ? അപ്പം ഈ ആംഗിളിന് നമ്മൾ Y എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇവിടെ? ആംഗിൾ ഈ 40 + Y + 40 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Y ഡിഗ്രി + 40 ഡിഗ്രി + 40 ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും എത്രയായിരിക്കും? ടോട്ടൽ കൂട്ടുന്നത് 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് Y ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് വരാം? 180 മൈനസ് 40, 40 എത്ര വരും? ഇത് 80 വരും. ആ 80 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 80 ഡിഗ്രി വരും. അപ്പോൾ 180 നിന്ന് 80 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 100 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ Y എന്ന് പറയുന്നത് 100 ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടിക്കഴിയും. ഇനി നിങ്ങൾക്കറിയാം എന്താണ് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 100 ആണെങ്കിൽ സെയിം ഈ 2 കോഡ് ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന BA എന്ന് പറയുന്ന കോഡും AC എന്ന് പറയുന്ന കോഡും അല്ലേ? അപ്പം ഈ 2 സെയിം പോയിന്റിൽ നിന്ന് പോണ കോഡ്സ് ആണിത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലേ ഈ Y എന്ന് പറയണേ. അപ്പം ഈ Yയുടെ നേരെ എന്തായിരിക്കും? നേരെ പകുതിയായിരിക്കും ആംഗിൾ A എന്ന് പറയുന്നത്. അപ്പം ആംഗിൾ A എന്ന് പറയുന്നത് ഈ Y ഡിഗ്രി ബൈ 2 ആയിരിക്കും. അതായത് ഈ 100 ഡിവൈഡഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 50 ഡിഗ്രി വരും. ടോട്ടൽ 50 വരും. ഇനി നമുക്ക് അടുത്ത ഈ 2 ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. നേരെ ഈ ലൈൻ അങ്ങ് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഇത് രണ്ടും വീണ്ടും എന്തായി? ഐസോസെലസ് ട്രയാങ്കിളായി. അപ്പോൾ നമ്മൾ ഈ 2 എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ വരുന്ന ഈ ഒരു ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം ഇതെന്താണ്? ആംഗിൾ 2 എന്ന് പറഞ്ഞാൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പം ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? അതായത് OAC എന്ന് പറയുന്ന ആംഗിൾ OAC ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? OA ഈക്വൽ ടു OC ആണ്. അതും റേഡിയസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ 2 എന്ത് തന്നെയാണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നതും എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കിയ മക്കളെ, ഈ ഒരു ആംഗിൾ നമുക്ക് 30 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്യണ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ വരുന്നത് 50. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഈ 50 നിന്ന് 30 കുറച്ച ഈ ആംഗിൾ എത്രയായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതായത് ആംഗിൾ OAB എന്ന് പറയുന്നത് 20 ഡിഗ്രി ആയിരിക്കും. കാരണം ടോട്ടൽ ഇത് എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50. ഇത് 30 ആയതുകൊണ്ട് ഈ ഒരു ആംഗിൾ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പച്ച ഷെയ്ഡ് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പം ടോട്ടൽ 50 നിന്ന് ഈ 30 കുറച്ച ആ ഒരു ആംഗിളോടെ കിട്ടും. അപ്പോൾ ആംഗിൾ ഏത് കൊടുക്കാം? OAB എന്ന് പറയുന്നത് ആംഗിൾ OAB ഈക്വൽ ടു 50 മൈനസ് 30 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി വരും. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 20 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ 20 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിനകത്ത് എന്ത് പറയാം? ഈ 1 എന്ന് പറയുന്ന ട്രയാങ്കിളും ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഈ ഒരു 20 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളും എത്ര തന്നെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെ എഴുതാം? നമുക്ക് 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് എഴുതാം. ആംഗിൾ A സമയം എത്രയാ? 50 ഡിഗ്രി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 ഡിഗ്രി. ആംഗിൾ B സമയം എത്രയായിരിക്കും?
ദാറ്റ് ഈസ് ഈക്വൽ ഇത് രണ്ടും കൂടെ കൂട്ടണം 20 40 കൂടെ കൂട്ടുമ്പോൾ 60 ഡിഗ്രി. ആംഗിൾ സി സമയത്തേക്ക് 40 30 70 ഡിഗ്രി. ഇതൊക്കെ നമ്മൾ ഈ പടത്തിൽ നിന്ന് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഒത്തിരി നമ്മൾ സ്റ്റെപ്പ് എഴുതാൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അപ്പൊ നമുക്ക് 70 ഡിഗ്രി. ഇനി ഇവിടെ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 40 ഇത് 40 100 ഡിഗ്രി. അപ്പൊ y ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഇത് 100 ഡിഗ്രി ആയിരിക്കും. 100 ഡിഗ്രി എഴുതും. ഇനി ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? ഒ ബി സി. ആംഗിൾ ഒ ബി സി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയി. ആംഗിൾ ഒ സി ബി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയി. അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും ആയി. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിളോടെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഒരു എക്സാമ്പിളോടെ നോക്കാം. ഇവിടെ നമുക്ക് 25 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 35 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ എ ബി സിയിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ആംഗിൾ ഒ ബി സിയിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയ മക്കളെ, ഇത് 25 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഒ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ സർക്കിൾ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഒ സി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന് നമ്മൾ 1 എന്ന് കൊടുക്കാം. അപ്പൊ ഒ ബി ഇവിടെ തന്നേക്കണ ഈ ഒ ബിയും ഈ ഒ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഇത് രണ്ടും ഈ സർക്കിളിന്റെ എന്താണ്? റേഡിയസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. കാരണം റേഡിയസ് ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ 1 എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആയി. കാരണം ഈ രണ്ട് സൈഡും ഈക്വൽ അല്ലേ? ഈക്വൽ ആയി കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ 1 എന്ന് പറയുന്നത് ഇപ്പോഴും എന്തായി? ഐസോസെലസ് ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 25 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര തന്നെയായിരിക്കും? 25 തന്നെയായിരിക്കും. കാരണം ബേസ് ആംഗിൾ എപ്പോഴും എന്താണ്? സെയിം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 25 ഡിഗ്രി കൊടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഒ ബി സി. ഒ ബി സി എന്ന് പറയുന്നത് ആംഗിൾ 25 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഒ സി ബി എന്ന് പറയുന്നതും ഒ സി ബിയും 25 ഡിഗ്രി ആയിരിക്കും. ബേസ് ആംഗിൾസ് ആണ്. ബേസ് ആംഗിൾസ് ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഈ ആംഗിൾ 1 എന്ന് പറയുന്നത് ടോട്ടൽ തുക എന്ന് പറയുന്ന ആംഗിൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ ഈ ആംഗിളിന് നമ്മൾ y എന്നൊരു പേര് കൊടുക്കാം. ഈ ആംഗിളിന് നമ്മൾ y എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി പ്ലസ് y ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ ഒരു ട്രയാങ്കിൾ 1 മൊത്തം ടോട്ടൽ സം ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. അപ്പൊ 25 25 50. അപ്പൊ 50 ഡിഗ്രി ഈ പ്ലസ് y ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി വരും. ഇനി ആരെ കണ്ടുപിടിക്കണം? ഈ y കണ്ടുപിടിക്കണം. അപ്പൊ y ഡിഗ്രി അവിടെ നിർത്തി കഴിയുമ്പോൾ 180 മൈനസ് 50 ഡിഗ്രി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ y എന്ന് പറയുന്നത് ഇവിടെ എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ആംഗിൾ എ എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ രണ്ട് പോയിന്റിൽ നിന്ന് പോകുന്ന സെയിം കോഡാണിത് അല്ലേ? അപ്പൊ ഈ ഇവിടെ എത്രയാണോ ആംഗിൾ വരുന്നത് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കില്ലേ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ഡിവൈഡഡ് ബൈ 2 ഡിഗ്രി വരും. കാരണം ഈ ഒരു ആംഗിൾ എയുടെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ ബി ഒ സി വരുന്നത്, അതായത് ആംഗിൾ വൈ വരുന്നത്. അപ്പൊ ആ വൈ എന്ന് പറയുന്ന ആംഗിളിന്റെ നേരെ പകുതിയായിരിക്കും ഈ ആംഗിൾ എ എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി കിട്ടും. അപ്പൊ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 65 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ലൈൻസ് തമ്മിൽ നമ്മൾ ഒന്നങ്ങ് ജോയിൻ ചെയ്തു. അപ്പൊ ഇത് രണ്ടും എന്തായി മക്കളെ? ഇത് ഈ 2 എന്ന് പറയുന്ന ട്രയാങ്കിളും എന്ത് തന്നെ? ഐസോസെലസ് ട്രയാങ്കിൾ ആയി. കാരണം ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പൊ ഇവിടെ 35 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിളും എത്ര തന്നെയായിരിക്കും? ഇതിനകത്ത് ഈ ഒരു ആംഗിളും എത്ര തന്നെയായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കില്ലേ? അപ്പൊ ഇവിടെയും ഇത് 35 ഡിഗ്രി നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ശരിക്കും ടോട്ടൽ എത്ര കുറച്ചാൽ മതി? ഈ 35ന്ന് 65 കുറച്ചാൽ നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ therefore നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 65 ഡിഗ്രി മൈനസ് 35 ഡിഗ്രി ആണ്. 65 ഡിഗ്രി മൈനസ് 35 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി വരും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇത് വീണ്ടും നോക്കിക്കേ, ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ ഈ ആംഗിൾ ട്രയാങ്കിൾ 2 3 എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ 25 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും?
25 ഡിഗ്രി ആയിരിക്കും. നമുക്കത് പടത്തിൽ തന്നെ എഴുതിയാൽ മതി. നമുക്ക് പടം തന്നെ എല്ലാം അങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതുന്നില്ല. ആ പടത്തിൽ തന്നെ എഴുതാം. ഈ ആംഗിൾ 25 ഡിഗ്രി ആണെങ്കിൽ 25 കാരണം ഈ ട്രയാങ്കിൾ 3യും എന്ത് തന്നെയാണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിളും ആയില്ലേ? ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി എഴുതിയ ട്രയാങ്കിൾസിലെ എല്ലാ ആംഗിളും ആയി.